Hi friends, welcome to my channel. Today I am going to discuss regarding OET reading part B. Let's start. നമുക്കിന്ന് reading part Bയിലെ ഒരു question നോക്കാം. What does the guideline say is the preferred approach to sterilizing the instruments? അപ്പോൾ ഇവിടെ എന്താണ് ഈ ഗൈഡ്ലൈൻസ് പ്രകാരം ഇൻസ്ട്രുമെൻറ്റ് സ്റ്റെറിലൈസ് ചെയ്യുന്നതിന് പ്രിഫേർഡ് മെത്തേഡ് ഏതാണ്, പ്രിഫേർഡ് അപ്രോച്ച് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എ പറയുന്നത് യൂസിങ് ഡിസ്പോസിബിൾ ഐറ്റം യൂസ് ചെയ്യുന്നതാണ് പ്രിഫേർഡ് അപ്രോച്ച് എന്ന്. ബി പറയുന്നു പർച്ചേസിങ് ആൻഡ് അപ്രോപ്രിയേറ്റ് മെഷീൻ പർച്ചേസ് ചെയ്യുന്നതാണ് പ്രിഫേർഡ് അപ്രോച്ച് എന്ന്. സി പറയുന്നു ഹാവിങ് ഇറ്റ് ഡൺ ബൈ എ ഡെഡിക്കേറ്റഡ് ഫെസിലിറ്റി. അപ്പോൾ എന്താണ് സ്റ്റെറിലൈസേഷൻ ഒരു ഡെഡിക്കേറ്റഡ് ഫെസിലിറ്റിയിൽ ചെയ്യുന്നതാണ് പ്രിഫേർഡ് മെത്തേഡ് എന്ന്. ഇനി നമുക്ക് പാരഗ്രാഫിലോട്ട് പോകാം. ഗൈഡ്ലൈൻ സ്റ്റെറിലൈസേഷൻ സിസ്റ്റം. Where possible, sterilization should be carried out centrally using an approved local service which is bound by safeguards and supplies re-sterilized instruments. അപ്പം കഴിയുമെങ്കിൽ സ്റ്റെറിലൈസേഷൻ ക്യാരിഡ് ഔട്ട് സെൻട്രലി യൂസിങ് ആൻ ലോക്കൽ സർവീസ്. അപ്പം കഴിയുമെങ്കിൽ ഇത് നമ്മൾ എവിടെ ചെയ്യാനാണ് അവർ പറയുന്നത്, ലോക്കൽ സർവീസ് ചെയ്യുക. വിച്ച് ഈസ് ബൗണ്ട് ബൈ സേഫ് ഗാർഡ്സ് ആൻഡ് സപ്ലൈസ് റീസ്റ്റെറിലൈസ്ഡ് ഇൻസ്ട്രുമെൻറ്റ്സ്. അപ്പോൾ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് എന്താണ്, റീസ്റ്റെറിലൈസ്ഡ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. These sterilization services are managed and operated by trained staff in a purpose-built environment and offer system which is quality controlled, cost effective and ട്രാക്കബിൾ. അപ്പോൾ ഈ സ്റ്റെറിലൈസേഷൻ സർവീസ് മാനേജ് ചെയ്യുന്നതെന്ന് പറയുന്നത് ആരാണ്, ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫാണ്. അതുപോലെ തന്നെ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ്, ക്വാളിറ്റി കൺട്രോൾഡ് ആണ്, കോസ്റ്റ് എഫക്റ്റീവ് ആണ്, ട്രാക്കബിൾ ആണ്. വേർ സച്ച് സർവീസസ് ആർ നോട്ട് അവൈലബിൾ. ഈ സച്ച് സർവീസസ് എന്ന് പറയുന്നത് എന്തിനാണ്, നമ്മുടെ പ്രീവിയസ് പാരഗ്രാഫിലെ ലോക്കൽ സർവീസസ് അവൈലബിൾ അല്ല എങ്കിൽ പ്രീ സ്റ്റെറിലൈസ്ഡ് സിംഗിൾ യൂസ് ഒബ്ജക്റ്റ് മേ ബി യൂസ്ഡ്. നമുക്ക് എന്താണ് പ്രീ സ്റ്റെറിലൈസ്ഡ് ആയിട്ടുള്ള സിംഗിൾ യൂസ് ഒബ്ജക്റ്റ് യൂസ് ചെയ്യാവുന്നതാണ്. അഡ്വാൻറ്റേജസ് ഇൻക്ലൂഡ് കൺവീനിയൻസ് ആൻഡ് സ്യൂട്ടബിലിറ്റി ഫോർ യൂസ് ഇൻ ഏരിയാസ് വെയർ ഡീകണ്ടാമിനേഷൻ മേ ബി ഡിഫിക്കൾട്ട് ടു അച്ചീവ്. അപ്പോൾ ഡീകണ്ടാമിനേഷൻ ഡിഫിക്കൾട്ടായിട്ടുള്ള ഒരു സിറ്റുവേഷനാണെങ്കിൽ നമുക്കിത് കൺവീനിയൻറ്റും സ്യൂട്ടബിളും ആണ് എന്നാണ് പറഞ്ഞത് ഈ പ്രീ സ്റ്റെറിലൈസ്ഡ് സിംഗിൾ യൂസ് ഒബ്ജക്ട്സ്. ഓൾട്ടർനേറ്റീവ്ലി എ ബെഞ്ച് ടോപ്പ് വാക്വം സ്റ്റീം സ്റ്റെറിലൈസർ മേ ബി യൂസ്ഡ്. നെക്സ്റ്റ് മെത്തേഡാണ് പറയുന്നത് ബെഞ്ച് ടോപ്പ് വാക്വം സ്റ്റീം സ്റ്റെറിലൈസർ മേ ബി യൂസ്ഡ്. However, this must be installed, tested and managed appropriately according to safety regulations. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ്, ഇത് നമ്മൾ എന്താണ് സേഫ്റ്റി റെഗുലേഷൻസ് പ്രകാരം നമ്മൾ ടെസ്റ്റ് ചെയ്തതായിരിക്കണം. അതുപോലെ തന്നെ എന്താണ് ഇൻസ്റ്റാൾ ചെയ്തതായിരിക്കണം ആൻഡ് അപ്രോപ്രിയേറ്റ് ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നതുമായിരിക്കണം. ഇതാണ് എന്താണ് ബെഞ്ച് ടോപ്പ് വാക്വം സ്റ്റീം സ്റ്റെറിലൈസറിൻ്റെ പ്രത്യേകതയായിട്ട് അവർ പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് ഷുഡ് ഓൾസോ ബി നോട്ടഡ് ദാറ്റ് സ്റ്റോറേജ് ടെക്നിക്സ് ആൻഡ് മെത്തേഡ് മേ ഹിൻഡർ ദ എഫക്റ്റീവ്നെസ് ഓഫ് ദ ഡീകണ്ടാമിനേഷൻ അറ്റ് എനി സ്റ്റേജ് ഓഫ് ദ പ്രോസസ്സ്. അടുത്ത ഒരു കാര്യമായിട്ട് ഇവർ പറഞ്ഞത് എന്താണ്, ഇറ്റ് ഷുഡ് ഓൾസോ ബി നോട്ടഡ്. വേറൊരു നോട്ട് ചെയ്യേണ്ട പ്രത്യേകിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ടെക്നിക് ആൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് മേ ഹിൻഡർ ദ എഫക്റ്റീവ്നെസ്. ഇതിൻ്റെ അതുപോലെ തന്നെ മെത്തേഡും ചില സമയത്ത് നമ്മുടെ എഫക്റ്റീവ്നെസ്സിനെ ഡീകണ്ടാമിനേഷൻ്റെ എഫക്റ്റീവ്നെസ്സിനെ തടസ്സപ്പെടുത്താം. അറ്റ് എനി സ്റ്റേജ്, ഏത് സ്റ്റേജ് വെച്ച് വേണമെങ്കിലും ഇതിൻ്റെ ഡീകണ്ടാമിനേഷൻ്റെ എഫക്റ്റീവ്നെസ്സിനെ ഇത് തടസ്സപ്പെടുത്താം. അതൊരു നെഗറ്റീവായിട്ടുള്ളൊരു കാര്യമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്കിവിടെ 3 മെത്തേഡ് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഒന്നാമത്തേന്ന് വെച്ചാൽ ലോക്കൽ സർവീസ് പറഞ്ഞിട്ടുണ്ട്, രണ്ടാമത്തേത് പ്രീ സ്റ്റെറിലൈസ്ഡ് സിംഗിൾ യൂസ് ഒബ്ജക്റ്റ് പറഞ്ഞിട്ടുണ്ട്, മൂന്നാമത്തേന്ന് പറയുമ്പോൾ എ ബെഞ്ച് ടോപ്പ് വാക്വം സ്റ്റീം സ്റ്റെറിലൈസർ പറഞ്ഞിട്ടുണ്ട്. ഈ 3 മെത്തേഡിൽ നമുക്ക് ഏറ്റവും പ്രിഫറബിൾ ആയിട്ടുള്ള മെത്തേഡ് ഏതാണെന്നാണ് അവർ ചോദിച്ചത് അല്ലേ. അപ്പോൾ യൂസിങ് ഡിസ്പോസിബിൾ ഐറ്റംസ് അതല്ല അല്ലേ, പ്രിഫർ ചെയ്യുന്ന മെത്തേഡായിട്ട് അവർ ഡിസ്പോസിബിൾ ഐറ്റം യൂസ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. പിന്നെ ബി പറയുന്നത് പർച്ചേസിങ് ആൻഡ് അപ്രോപ്രിയേറ്റ് മെഷീൻ പർച്ചേസ് ചെയ്യുന്നതാണോ ഇവിടെ പ്രിഫേർഡ് മെത്തേഡ്, അല്ല. പിന്നെ ഹാവ് ഇറ്റ് ഡൺ ബൈ എ ഡെഡിക്കേറ്റഡ് ഫെസിലിറ്റി. ഇതാണ് നമ്മുടെ ആൻസർ.
എവിടെ നിന്നാണ്? നമ്മുടെ ഫസ്റ്റ് സെൻറ്റൻസിൽ തന്നെ നമ്മൾ ആ ഒരു പാരഗ്രാഫ് വായിക്കുമ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്ത് വായിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ താഴോട്ട് വായിക്കുക പോലും വേണ്ട. എന്താണ്ടാ നമ്മളോട് ചോദിച്ച ക്വസ്റ്റ്യൻ എന്തായിരുന്നു? പ്രിഫേർഡ് മെത്തേഡ് ഏതാണ് എന്ന് അല്ലേ? അപ്പോൾ ഇവിടെ അവർ പറയുന്നുണ്ട് വെയർ പോസിബിൾ, കഴിയുമെങ്കിൽ സ്റ്റെറിലൈസേഷൻ ഷുഡ് ബി ക്യാരിഡ് ഔട്ട് സെൻട്രലി യൂസിങ് ആൻ അപ്രൂവ്ഡ് ലോക്കൽ സർവീസ്. കഴിയുമെങ്കിൽ ഇത് യൂസ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മളവിടെ പ്രിഫർ ചെയ്യുന്നത് ആ ഒരു കാര്യത്തെ ആയിരിക്കത്തില്ലേ. ഇപ്പം നമ്മളോട് OET എല്ലാം പാസ്സായി നിൽക്കുന്ന ഒരു സ്റ്റുഡൻ്റാണ് നിങ്ങളെന്ന് കരുതുക. അപ്പം നിങ്ങൾ മറ്റൊരാളോട് ചോദിക്കുവാണ് ഏത് രാജ്യമാണ് ഏറ്റവും നല്ലത് നമുക്ക് പോകാനായിട്ട്, ഏത് രാജ്യമാണ് നല്ലതെന്ന് ചോദിക്കും. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് ചിലപ്പം പറയും എന്താ കഴിയുമെങ്കിൽ നീ ഓസ്ട്രേലിയക്ക് പോകും, അതാവുമ്പോൾ അവിടെ നല്ല ക്ലൈമറ്റും സാലറിയും ഒക്കെ നല്ലതാണ്. ഇനി അതല്ല എങ്കിൽ UK ട്രൈ ചെയ്തോളൂ, അതാണെങ്കിലും നല്ലതാണ് എന്ന് പറയുന്നു. അപ്പോൾ എന്താണ്, നമ്മുടെ ഫ്രണ്ട് പ്രിഫർ ചെയ്യുന്ന സ്ഥലം എവിടെയാണ്? ഓസ്ട്രേലിയയാണ്. അതല്ലെങ്കിൽ അവിടെ പറ്റിയില്ല, അല്ലെങ്കിൽ നമുക്കവിടെ പോകാൻ പറ്റുന്നില്ല എങ്കിൽ UK പോയിക്കോളൂ. അപ്പോൾ UK മോശമാണെന്നല്ല അവിടെ പറഞ്ഞത്, രണ്ടും നല്ലതാണ്. പക്ഷേ അവർ പ്രിഫർ ചെയ്യുന്ന നമ്മുടെ ഫ്രണ്ട് പ്രിഫർ ചെയ്ത സ്ഥലം എവിടെയാണ്? ഓസ്ട്രേലിയയാണ്. അപ്പോൾ അതാണ് ഇവിടെ നമ്മളോട് ചോദിച്ചതും എന്താ, പ്രിഫേർഡ് മെത്തേഡ് ഏതാണ്? സ്റ്റെറിലൈസ് ചെയ്യാൻ ഇവിടെ 3 മെത്തേഡ് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ? ലോക്കൽ സർവീസ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ പ്രീ സ്റ്റെറിലൈസ്ഡ് സിംഗിൾ യൂസ്ഡ് ഒബ്ജക്റ്റ് യൂസ് ചെയ്യാം. അതുമല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ബെഞ്ച് ടോപ്പ് വാക്വം സ്റ്റീം സ്റ്റെറിലൈസർ യൂസ് ചെയ്യാം. ഈ 3 മെത്തേഡ് ഇവിടെ പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷേ അവർ ഫസ്റ്റ് സെൻറ്റൻസിൽ തന്നെ പറഞ്ഞു വെയർ പോസിബിൾ, കഴിയുമെങ്കിൽ നമ്മൾ ഏത് മെത്തേഡ് യൂസ് ചെയ്യുക? ലോക്കൽ സർവീസ് യൂസ് ചെയ്യുക. അതല്ല എങ്കിൽ നമുക്ക് ഇവിടെ വേറെ 2 സർവീസ് കൂടെ അവർ പറയുന്നുണ്ട്. അപ്പോൾ ഇത്ര സിമ്പിളായിരുന്നു നമ്മുടെ പാർട്ട് ബിയിൽ വരുന്ന ക്വസ്റ്റ്യൻസൊക്കെ. പക്ഷേ നമ്മൾ ശ്രദ്ധിച്ച് കോൺസെൻട്രേറ്റ് ചെയ്ത് വായിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ആൻസറിലോട്ട് എത്താൻ പറ്റും. ക്വസ്റ്റ്യൻ നന്നായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ പാർട്ട് ബി ആയാലും പാർട്ട് സി ആയാലും പാർട്ട് എ ആയാലും നമ്മൾ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ നന്നായിട്ട് മനസ്സിലാക്കുക. ക്വസ്റ്റ്യൻ നന്നായി മനസ്സിലാക്കി അവരെന്താണ് നമ്മളോട് ചോദിക്കുന്നതെന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നമ്മൾ ആൻസർ ആയാലും പാരഗ്രാഫ് ആയാലും റീഡ് ചെയ്യുക. പാരഗ്രാഫ് റീഡ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മളോട് ചോദിച്ച കാര്യത്തെപ്പറ്റി പറയുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അവിടെ വായിക്കുക. എന്നിട്ട് നമ്മുടെ കറക്റ്റായിട്ടുള്ളൊരു ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായി കാണുമെന്ന് ഞാൻ കരുതുന്നു. എല്ലാവർക്കും എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. താങ്ക് യു.